ഹലോ ഗായ്സ്, അപ്പോൾ ഇതാ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളേക്കും രാത്രിയാണ് വീട്ടിലോട്ട് പോകുന്നത്. അതേ രാത്രിയാണ് വീട്ടിലോട്ട് പോകുന്നത്. ഇന്ന് ഉപ്പാടെ കൂടെ വന്ന് 9 മണിക്ക് ഉപ്പ വിളിക്കാൻ വന്ന് അവിടെ അമ്മ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ടിരുന്നിരുന്നത്. അവിടെ സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും ഉമ്മാൻ്റെ സ്പെഷ്യൽ നെയ്ച്ചോറും ബീഫ് കറിയും പിന്നെ അതുപോലെ ചിക്കൻ പൊരിച്ചതും പിന്നെ അതുപോലെ ഒക്കെ കൂടിയിട്ടൊരു പിടുത്തം. ഈ അച്ചാറുണ്ടെങ്കിൽ നല്ല അടിപൊളി അച്ചാറാണ് ഗായ്സ്. മാങ്ങ ഉപ്പിലിട്ടിട്ട് അച്ചാറുണ്ടാക്കി കണ്ട നല്ല ഭയങ്കര ടേസ്റ്റായിരുന്നു. അതിന് നല്ല ചൂട് നെയ്ച്ചോറും ബീഫ് കറിയും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ നമ്മളിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളോട് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അവൾ സൂപ്പർ എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടാവുന്നു. അവിടെ സ്റ്റേ ആയിരുന്നു. പിറ്റേ ദിവസം ഇതാ തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു. രാത്രി വെച്ച ബീഫ് കറിയും പിന്നെ ദോശയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ മോളൂട്ടിക്ക് ലൈസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ. അപ്പോൾ അത് കറുമുറ എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ എടുക്കാൻ മറന്നടോ, അതുണ്ടായത്. ഉച്ചക്ക് സാധാ ചോറൊക്കെ ആയിരുന്നു, അതെടുക്കാൻ വിട്ടുപോയി. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ഒരു മുട്ടയും പാൽ ചായയും കുടിച്ചു, വൈകുന്നേരത്തെ ചായ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പള്ളിക്ക് പോയിട്ട് സിയാർത്ത് ചെയ്യാമെന്ന്. അങ്ങനെ പുത്തൻ പള്ളിയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ മോള് വേറൊരു തട്ടയിട്ടിട്ട് വലിയ മൊഞ്ചത്തിയായിട്ടാണ് വരുന്നത് കേട്ടോ. അവൾക്ക് തട്ടണതൊക്കെ ഭയങ്കര ഇഷ്ടമാണോ. പിന്നെ ഞങ്ങൾ പുത്തൻ പള്ളിയിലേക്ക് പോയിട്ടുണ്ടാവും. ഇത് പുത്തൻപള്ളി നേർച്ചയ്ക്ക് മുന്നേ ഞങ്ങൾ പോയത് ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നേർച്ചൻ്റെ തിരക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. ഞങ്ങളിതാ ഒന്ന് സിയാർത്ത് ചെയ്യാൻ കുറേ നാളായി വിചാരിക്കണേ. പിന്നെ എക്സാമൊക്കെ അടുത്തതല്ലേ, അപ്പോൾ ഒന്ന് പോവാമെന്ന് കരുതി. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ടിരിക്കുമ്പോൾ തിരക്കൊന്നുമില്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ പള്ളീൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഏകദേശം ഞങ്ങൾ അവിടെ അടുത്തെത്താനായി ഉണ്ടായിരുന്നു. പിന്നെ കുറേ വീഡിയോസ്. പിന്നെ ഞങ്ങൾ ജാറ മൂടാൻ വേണ്ടിയിട്ട് എന്താ പറയുക കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് ജാറൊക്കെ മൂടി. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായക്കടയിൽ കയറി ചായ കുടിച്ച് ആ വീഡിയോസ് ഇതിലെടുക്കാൻ പറ്റില്ലടോ. പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങാൻ വിചാരിച്ച് ബേക്കറി കടയിൽ കയറിയിട്ട് അവൾക്ക് ഡയറി മിൽക്ക് വേണമെന്ന് പറഞ്ഞു ഉമ്മാനോട്. അങ്ങനെ ഉമ്മ ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ, സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബസ് കയറി തിരിച്ചു പോന്നു. ഇപ്പോൾ ഇത്ര വീഡിയോ.